എനിക്ക് കൊച്ചിനെ വേണ്ട അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യമൊക്കെ കേൾക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് വെച്ചാൽ സെപ്പറേറ്റഡ് ആയി, പാരൻസ് ഇല്ല, ഒറ്റയ്ക്ക് ജീവിക്കണം, കുഞ്ഞിനെയും കൊണ്ട് എവിടെയും പോയി ആരും ജോലി തരുത്തില്ല. നമ്മളിപ്പോൾ അച്ഛനുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അവിടുന്ന് ഓക്കെ ബൈ പറഞ്ഞ് വന്ന് അവസാനം അച്ഛൻ പോയപ്പോഴത്തേക്ക് പിന്നെ ലാസ്റ്റ് ഒറ്റയ്ക്കായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും ഒക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ നോക്കും നെഗറ്റീവ് കമന്റ്സ് എല്ലാം വരുന്നൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ്. അപ്പൊ കൂടുതൽ ആൾക്കാരായി ഇതെങ്ങനെ കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ ഇത് കിടന്നോട്ടെ. ഞാൻ അങ്ങനെ 4-5 ശബ്ദങ്ങളൊക്കെ ചുമ്മാ ട്രൈ ചെയ്തതാ. പിന്നെയാണ് ടീച്ചേഴ്സ് സ്കൂൾ കലോത്സവത്തിന് പേര് കൊടുക്കുന്നതും. അന്ന് ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ അധികം ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒന്നറിയോ, ഇന്ന് രാവിലെ ചെന്നൈന്ന് ഫ്ലൈറ്റ് കയറുമ്പോ ആസിഫ് അലിനെ കണ്ടാൽ നല്ലായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. താഴെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി. ആസിഫ് അലി ഷോർട്സ് എടുത്താ വാക്കിംഗ് പോവുക ഞാൻ കണ്ടു താഴെ. ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു പ്രത്യേക തരം ഗസ്റ്റ് ആണ്. യെസ്, മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് കുറേ കലാകാരന്മാർ, അതും മെയിലായിട്ടുള്ള കലാകാരന്മാരുടെ പേരുകളാണല്ലേ. സോ നമുക്ക് ഇന്ന് ഇവിടെ ഉള്ളത് ഒരു ലേഡി മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം പ്രീതിമ. ഹായ്, വെൽക്കം ടു ഷോ. താങ്ക് യു. വളരെ തിരക്കേറിയ ഒരു സെലിബ്രിറ്റി ആണ്. നമ്മുടെ അമൃത TV ഫ്ലവേഴ്സിലൊക്കെ മിന്നി മറയുന്ന ഒരു ഫേസ് ആണ്. ആൻഡ് ഒരു വിധപ്പെട്ട എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ലേഡി ആർട്ടിസ്റ്റുകളുടെ വോയിസ് ചെയ്യും. മലയാളത്തില് ഫിലിം സ്റ്റാർസ് മാത്രമല്ല, ന്യൂസ് റീഡേഴ്സും ഒക്കെ എല്ലാവരുടെയും ചെയ്യും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു തുടക്കം കുറിച്ചാൽ അങ്ങോട്ട് കുറിക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് അമല പോളിന്റെ ശബ്ദത്തിൽ നിന്ന് തുടങ്ങാം. കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനൊരു കയ്യടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് വൺസ് അഗൈൻ ഐ റിയലൈസ് ദാറ്റ് ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് ദ മാൻ. ഓ, നമ്മുടെ മിലിയിലെ ഡയലോഗ് സത്യം പറഞ്ഞാല് ഈ ഒരു ഡയലോഗ് കേട്ടപ്പോ തന്നെ ഞാൻ ആ മിലി സീനിലോട്ട് പോയി. നമ്മൾ കണ്ണടച്ച് കേട്ട കറക്റ്റ് ആ ഒരു സൗണ്ട് ആണ്. ഓക്കെ, അമല പോളിനെ അല്ലാതെ വേറെ ഏതൊക്കെ ആർട്ടിസ്റ്റുകളുടെ ശബ്ദം അനുകരിക്കും? ഞാൻ കുറെ പേരുടെ ഒക്കെ വോയിസ് ചെയ്യും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് മല്ലിക സുകുമാര മാമിന്റെ ശബ്ദം, പിന്നെ സേതുലക്ഷ്മി അമ്മയുടെ വോയിസ്, പിന്നെ രഞ്ജിനി ഹരിദാസ്, പിന്നെ നമിത പ്രമോദ്, അങ്ങനെ കുറച്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മല്ലിക ചേച്ചിയുടെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. ഏജ് വോയിസ് ആയതുകൊണ്ട് അത്രയും അങ്ങ് പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പൊ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു സാധനം പറയാം. പൃഥ്വിരാജ് വശപ്പശകായിട്ടു നോക്കുന്നു ലാലേട്ടനെ. അത് കഴിഞ്ഞപ്പോൾ ടോവിനോ ശരിയല്ല. ടോവിനോ മോഹൻലാൽ ഇങ്ങനെ ഈ ഒരു ഫ്രീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യും. രാജുവിൻ്റെ മനസ്സിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെ കൂടെ കണ്ട ഒരു സീനിയർ നടൻ. അടിപൊളി, ഇത് കറക്റ്റ് മല്ലിക സുകുമാരനാണല്ലോ. അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെയാ, മീൻസ് അതെങ്ങനെ കറക്റ്റാ വോയിസ് മോഡുലേഷൻ കൊണ്ടുവരുന്നത്? പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതേന്നും പറഞ്ഞിരിക്കുന്ന ഒരാളല്ലല്ലോ ഞാൻ. വേറെ വർക്കും കാര്യങ്ങളും അങ്ങനെ നടക്കുന്നത് കൊണ്ട് സമയം കിട്ടുമ്പോൾ ഇതുപോലെ റീൽസിലൊക്കെ കുറച്ച് വൈറലായിട്ടുള്ള ഇന്റർവ്യൂസിന്റെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ കാണുമ്പം, പിന്നെ അതുപോലെ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് കുറെ പേര് മെസ്സേജ് ചെയ്യും, ഇന്ന ആളുടെ വോയിസ് ട്രൈ ചെയ്യാമോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇവരൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്താണ് ഈ രീതിയിൽ അവരുടെ മോഡുലേഷൻ ആണ് ഫസ്റ്റ് പഠിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ശബ്ദം നമ്മുടെ മനസ്സിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ചെയ്യും. ഓക്കെ, ഞാനിപ്പം ചേച്ചിയുടെ ആണെങ്കിലും ഇത് കാണുമ്പോൾ കുറേ റീൽസ് കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കാതെ എങ്ങനെ പറ്റുന്നു, ഇത് ഇവിടെ വല്ല ഇതും വെച്ചിട്ടുണ്ടോ, സിസ്റ്റം വല്ല വെച്ചിട്ടുണ്ടോ? കാരണം കറക്റ്റ് വോയിസ് ഇങ്ങനെ ഓരോ സമയം ഓരോ വോയിസ് ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും ഒക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ നോക്കും നെഗറ്റീവ് കമന്റ്സ് എല്ലാം വരുന്നൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ്. അപ്പൊ കൂടുതൽ ആൾക്കാരായി ഇതെങ്ങനെ കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ ഇത് കിടന്നോട്ടെ. ഒരു പരീക്ഷണം പോലെയൊക്കെ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്ത് നോക്കും. നമുക്കറിയാലോ ആൾക്കാർ നെഗറ്റീവ് കമന്റ് ആണ് ആദ്യമേ നോക്കുന്നത്. അതെന്താ നെഗറ്റീവ് കമന്റിന് അത്രയും പേടിയല്ല. ഇപ്പം നമ്മൾ ചെയ്യുമ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
പക്ഷെ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ മെനക്കിടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് കൊച്ചിയിലാണ്, എന്റെ നാട് കൊല്ലമാണ്. അപ്പൊ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല, നേരെ വോയിസിലോട്ട് പോയി. അതെ. അപ്പൊ ഞാൻ എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് താമസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ടൈം ഇപ്പം അവരെ കൂടെ ഇരിക്കുമ്പോ എനിക്കൊരു ഇതാ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്നൊക്കെ ഉള്ള ഇതാ. അപ്പോഴത്തേക്ക് ഞാൻ ആരും ഇല്ലാത്ത സമയത്തേക്കാണ് ജസ്റ്റ് ഇങ്ങനെയൊക്കെ നോക്കുന്നത്. ഇതിനെ വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ അതുപോലെ തന്നെ അഭിപ്രായമാണെങ്കിൽ എന്റെ ഫ്രണ്ട് പുള്ളിക്കാരിയുടെ ചോദിക്കുന്നത്, എടി ഇത് ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, അവള് കറക്റ്റ് ആയിട്ട് പറയും, എടി ഒരു ഏകദേശം ഒക്കെ ഓക്കെയാണ്, നിനക്ക് കിട്ടും എന്ന് പറയും. അങ്ങനെ ഒക്കെയാണ് ഞാൻ ഓരോന്ന് ട്രൈ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ എത്ര വർഷമായി മിമിക്രി രംഗത്ത് വന്നിട്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മിമിക്രി ചെയ്ത് നോക്കുന്നത്. കാര്യം സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തുടങ്ങിയത്. അന്ന് വേതാളം എന്ന് പറഞ്ഞൊരു വേതാളത്തിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. വേതാളത്തിന്റെ ശബ്ദം, അതായത് വിക്രമാദിത്യന്റെ വേതാളം സീരിയലിനകത്തെ വേതാളത്തിന്റെ അതൊരു വെറൈറ്റി ശബ്ദമാണ്. അപ്പൊ അത് കേൾക്കുന്നവരെല്ലാം ഭയങ്കര ചിരിയായിരുന്നു ആ ടൈമിലെ. അങ്ങനെ ട്യൂഷൻ സെന്ററിലാണ് ഫസ്റ്റ് ഇങ്ങനെ പോയിട്ട് വേതാളത്തിന്റെ ശബ്ദം കാണിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ സാറ് എടുത്തു പറഞ്ഞ് വേറെ ശബ്ദങ്ങൾ പഠിക്കും, അവിടുത്തെ നമുക്ക് ഫംഗ്ഷന് ചെയ്യാന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ 4-5 ശബ്ദങ്ങളൊക്കെ ചുമ്മാ ട്രൈ ചെയ്തതാ. പിന്നെയാണ് ടീച്ചേഴ്സ് സ്കൂൾ കലോത്സവത്തിന് പേര് കൊടുക്കുന്നതും. അന്ന് ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ അധികം ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓ അടിപൊളി. അപ്പൊ ഒരു കലാപ്രതിഭയാ. അങ്ങനെ പിന്നെ ഒരു +1 +2 വരെയൊക്കെ ഇങ്ങനെ മിമിക്രി ഒക്കെ ചെയ്യുമെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ അന്ന് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ TV ഷോസിലോ അങ്ങനെയൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്ന സമയത്താണ് കോമഡി ഉത്സവത്തിന്റെ പരസ്യം ഓഡിഷൻ കണ്ടതും പോയി ചെയ്യുന്നതും സെലക്ട് ആയി. അങ്ങനെ ഞാൻ ഫസ്റ്റ് രജിഷ വിജയന്റെ സ്പോട്ട് ഡബിങ് ആണ് ചെയ്തത് അനുരാഗ കരിക്കുംവെള്ള സിനിമയിലെ. പിന്നെ അന്നോട്ട് ഇങ്ങനെ നമ്മളിങ്ങോട്ട് ഓരോ ചാനലിൽ നിന്നൊക്കെ എന്തെങ്കിലും ഈ പറഞ്ഞ കണക്ക് ഓണം ഒക്കെ വരുമ്പോഴും ഒക്കെ വിളിക്കുമ്പോൾ എന്തായാലും നമുക്ക് ചെയ്തില്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പുതിയ ശബ്ദങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അങ്ങനെ പോകും. അപ്പൊ രജിഷ വിജയന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാവോ? കുറെ നാളായി ചെയ്തിട്ട്. ഓക്കെ. വെറുതെ തർക്കിച്ച് ജയിക്കാനും ഹേർട്ട് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച അനൂപ എന്റെ തലയിൽ കൂടെ പോകുന്ന 10,000 കാര്യങ്ങളാ. അതൊന്നും നിനക്കറിയില്ല. അതുകൊണ്ട് മര്യാദക്ക് സംസാരിച്ചോ. ഞാൻ മാറില്ല. എനിക്ക് ഇപ്പൊ അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. നീ പറഞ്ഞ സച്ചിട്ട് പൊക്കോ. നീ പറ അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. അടിപൊളി. കറക്റ്റ് രജിഷ വിജയൻ അല്ലേ. നമുക്ക് അതായത് സൗണ്ട്സ് നമ്മളിപ്പം ഇയർഫോൺ വെച്ച് കണ്ണടച്ചൊക്കെ കേട്ടതോ, പക്ഷെ ഇത് നേരെ മുന്നിൽ വന്ന് രജിഷ വിജയൻ പറയുന്നില്ല. കറക്റ്റ് സൗണ്ട് മോഡുലേഷൻ ആ ഒരു പുള്ളിക്കാരി പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ തന്നെ കറക്റ്റ് വന്നു. ഇപ്പം ചിലപ്പോൾ സൗണ്ട് അനുകരിക്കുമ്പം ആ ഒരു മോഡുലേഷൻ വന്നെന്ന് വരില്ല, പക്ഷെ ഇത് കറക്റ്റ് ആള് സംസാരിക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ശബ്ദത്തിലോട്ട് പോയാലോ, കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പൊ അതുപോലെ എല്ലാരും എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ഒരു ലേഡി മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയാൻ നമ്മുടെ ഇവിടെ അധികം ഇല്ല, ആളുകളില്ല അങ്ങനെ എടുത്തു പറയാൻ. പക്ഷെ ഒരു മെയിൽ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അതെ, ഈവൻ നമ്മുടെ സെലിബ്രിറ്റി ലെവലിൽ നോക്കിയാൽ പോലും ഉണ്ട്. പക്ഷെ ഒരു സെലിബ്രിറ്റി ലെവലിൽ പോലും ഒരു ഫീമെയിൽ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം നമുക്ക് കുറച്ച് വോയിസസ് കേൾക്കാം. ഓക്കെ. അപ്പം ശിവാംഗി കൃഷ്ണകുമാറിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച ശബ്ദങ്ങളിൽ ഒന്നാണ്. പ്രാക്ടീസ് അധികം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കും. അപ്പൊ ശിവാംഗി കൃഷ്ണകുമാറിന്റെ ഒന്നറിയോ, ഇന്ന് രാവിലെ ചെന്നൈന്ന് ഫ്ലൈറ്റ് കയറുമ്പോ ആസിഫ് അലിനെ കണ്ടാ നല്ല ഇരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. താഴെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി. ആസിഫ് അലി ഷോർട്സ് എടുത്താ വാക്കിംഗ് പോവുക ഞാൻ കണ്ടു താഴെ. അടിപൊളി. കറക്റ്റ് ശിവാംഗിയുടെ ആ ഒരു സൗണ്ട്. കാരണം ആ ഒരു ഞാൻ ശ്രദ്ധിച്ച കേസ് ഇതിൽ ഏത് സൗണ്ട് മോഡുലേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു സ്ലാങ്, അവരുടെ ഒരു പ്രൊനൗൺസിയേഷൻ എല്ലാം കറക്റ്റ് അതുപോലെ പോകുന്നു. ഇവിടെ നിന്ന് പ്രീത് സംസാരിക്കുന്ന അതെ കറക്റ്റ് പിടിച്ചില്ലേ ഞാൻ അതെ മോഡുലേഷൻ പിടിക്കും. സൗണ്ട് പോയാലും കുഴപ്പമില്ല, മോഡുലേഷൻ കറക്റ്റ് ആയിരിക്കും. ആ സ്ലാങ്ങും അതുപോലെ കറക്റ്റ് പോയി. ഇനി ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? അടുത്തത് നമുക്ക് നമിത പ്രമോദ്. അവനെ ഹഗേതനല്ലേ ഈ കുശുമ്പ്. അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു എന്നിരിക്കും, ചിലപ്പോ ഉമ്മ വെച്ചു എന്നിരിക്കും. അതാ കറക്റ്റ്. കെട്ടിപ്പിടിച്ചു എന്നിരിക്കും, ചിലപ്പോ ഉമ്മ വെച്ചെന്നിരിക്കും. ആ പുള്ളിക്കാരി യൂസ് ചെയ്ത സെയിം സാധനം. അടിപൊളി, ഒരു രക്ഷയില്ല. കുറച്ചുകൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇനിയും കുറച്ചുകൂടി ആർട്ടിസ്റ്റുകളുടെ. ഓക്കെ. ഇനി നമുക്ക് ഷാനി പ്രഭാകരൻ, നമ്മുടെ ന്യൂസ് റീഡർ. ഓക്കെ.
നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി രാജേഷ്, നേരിട്ടൊരൊറ്റ ചോദ്യം. അസം പൗരത്വ രജിസ്റ്ററിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ നിയമത്തോടു കൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ അല്ലേ? അടിപൊളി. യെസ്, എക്സാക്ട്ലി ആ ഷാനി ന്യൂസ് വായിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ആരുടെയൊക്കെ വോയിസസ് ആണ് ചെയ്യാ? പിന്നെ ചിന്ത ജെറോം. ഓക്കെ. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. ഇതെന്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമല്ല, മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം. ഓ ഏറ്റവും എനിക്കുള്ള ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരുടെയും ഈ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനകത്ത് പകുതി ആൾക്കാരുടെയും മുന്നിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. കാരണം അതെല്ലാവർക്കും പക്ഷെ അതൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുമുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴാണെങ്കിലും കമന്റ്സ് ഇടാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് കമന്റ്സ് ഇട്ടും ഷെയർ ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. നമ്മൾ ഒരു പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ്, നമ്മുടെ ടൈം, കാര്യങ്ങള് അതെല്ലാം അവരുടെ ഒരു പ്രസൻസ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. തീർച്ചയായും മറ്റുള്ളവരെ നെഗറ്റീവ് പറഞ്ഞാലും അവര് ഞാൻ എടുക്കുന്ന ആർട്ടിസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇത് കമന്റ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പൊ മെയിൽ വോയിസസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ലേ? ഞാൻ നേരത്തെ ഒക്കെ ചെയ്യുമായിരുന്നു. വിനയ് ഫോർട്ട്, മൊട്ട രാജേന്ദ്രൻ അവരൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ചെയ്താ പോരെ? ഓ മതി തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഇത് കാണാൻ. അപ്പൊ ഞാൻ കുത്തിരുന്ന് ഇങ്ങനെ കാണാം. അങ്ങനെയാണ് ഞാൻ പ്രിയത്തുവിന്റെ പ്രൊഫൈല് കാണുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇന്റർവ്യൂവിന് വിളിച്ചാലോ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വോയിസസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുക കാര്യങ്ങൾ. ഇപ്പൊ ഈ വോയിസസ് ഇമിറ്റേറ്റ് ചെയ്യാതെ തന്നെ ഇപ്പൊ നമ്മുടെ എന്താ പറയാ സ്കിറ്റ് ലെവലിലോട്ടും പോയിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം? ഇപ്പം മിമിക്രി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ചാനലിൽ ഒരു അവസരങ്ങളൊന്നും കിട്ടാറില്ല. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വിളിക്കാറേ ഉള്ളൂ. അപ്പോൾ സ്കിറ്റ് ആവുമ്പോൾ ഇപ്പം എല്ലാ ചാനലിലും ഇപ്പോൾ സ്കിറ്റുണ്ട്. കോമഡി പ്രോഗ്രാമാണ് കൂടുതലും. ഇപ്പം മഴയിൽ മനോരമ ഒരു ചിരി ബമ്പർച്ചിരി ഷോ ഉണ്ട്. ഫ്ലവേഴ്സിൽ ഐറ്റം വേറെ, ഇത് ഐറ്റം വേറെ എന്നുള്ള പ്രോഗ്രാമുണ്ട്. പിന്നെ അമൃതയിൽ കോമഡി മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഒരു ചിരി ബമ്പർച്ചിരിയിൽ പോയി പെർഫോം ചെയ്തിരുന്നു. ഒരു 6 സ്കിറ്റൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ സ്കിറ്റ് ലെവലിലോട്ട് അത്രയൊന്നും എത്തിയിട്ടില്ല. നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തൊക്കെ പോവും. ഇപ്പം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം കോമഡി ആണല്ലോ, അപ്പം അത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. അത് മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് ഞാൻ ഇങ്ങനെ കടന്നു വരുന്നതേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല. അതൊക്കെ നല്ല ആൾക്കാർ, നല്ല ജഡ്ജസ് ആണെങ്കിലും നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് കോമഡി മാസ്റ്റേഴ്സിലാണ് ചെയ്തത്. ആ സ്കിറ്റ് നല്ല ഇതായിട്ട് പോയി. ഓക്കെ. അപ്പം മൊത്തം നമ്മള് എത്ര സൗണ്ടുകൾ ചെയ്യുന്നുണ്ട്? ഞാനൊരു 10-35 അങ്ങനെ വോയിസുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പം നമ്മുടെ മലയാളത്തിലല്ലാതെ വേറെ ടൈപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? വേറെ ലാംഗ്വേജിൽ? തമിഴില് നമ്മുടെ സാമന്ത. ഒന്ന് നമുക്ക് ശ്രമിച്ചാലോ? തൊണ്ട ഒരു കിരികിരിപ്പായത് കൊണ്ടാണ്. തൊണ്ടയിൽ കിച്ചുകിച്ചാണ്. കാര്യം കുറെ ദിവസത്തെ റെസ്റ്റ് ഇല്ലാതെ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ഇതൊക്കെ. അപ്പൊ സാമന്തയും നയൻതാരയായിട്ടുള്ളൊരു ഡയലോഗിനകത്ത്, ராம்போ உனக்கு என்னதான் பிடிச்சிருக்குன்னு தெரியுது, அதோக்கிட்ட ஓப்பனா சொல்லிடு. எனக்கு கதிச்சு தான் பிடிக்கும், நான் கதிச்சு கூட்டு தான் இருப்பேன், அது டைரக்டா சொல்லிடு. நாம 2 பேரும் அப்படியே எங்கேயாச்சு എന്നെ വിട്ട് എന്നെ താണ്ടി അവക്കിட்ட പോയിടുവാ നീ. ഇത് നയൻതാര പറയുന്നത്. മറ്റേ വിജയ് സേതുപതി. അതെ, നമ്മുടെ മറ്റേ KNK ആ മൂവി, ഖദീജ അതിനകത്ത്. ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ശരിക്കും ആ മൂവീസും മൈൻഡ് കാണാം, ഈ ഒരു സൗണ്ട് കേൾക്കുക. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇയർഫോണൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് അത് ശരിക്കും ഫീൽ ചെയ്യും. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കറക്റ്റ് ഇത്. അതുകൂടാതെ ഇനി ആരുടെയൊക്കെ ചെയ്യും? ഇനി നമുക്ക് സുജയ പാർവതി മാമിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഓക്കെ. ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ. ഓക്കെ. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക്, ആ മാധ്യമ പ്രവർത്തനം എന്നുള്ള എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം ആ NV നികേഷ് കുമാർ എന്ന് പറയുന്ന ആ തീപ്പൊരി റിപ്പോർട്ടറാണ്. സാർ എന്നെ മീറ്റേഴ്സിലൊക്കെ എന്നെ ചീത്തയൊക്കെ പറയും, ആ ദേഷ്യപ്പെടിയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത്. കൊള്ളാം. ഇനി കുറച്ച് 2-3 വോയിസും കൂടി നമുക്ക് ചെയ്താലോ? ഓക്കെ, ചെയ്യാം.
അപ്പം നമ്മുടെ സുരഭി ചേച്ചിയുടെ ARM ആ ഓക്കെ ഓക്കെ. എൻ്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കൻ്റെ കെണിയും പഠിക്കണം. അല്ലെങ്കിലും കൂട്ടുകൂടാൻ മനുഷ്യന്മാരെക്കാളും നല്ലത് കാക്കയും പൂച്ചയൊക്കെ തന്നെയാടാ. ഓ അടിപൊളി. അതിന്റെ ഈ പറഞ്ഞ കണക്ക് നമ്മള് മിമിക്രി ചില ശബ്ദങ്ങളൊക്കെ ചെയ്യുമ്പോ ആ BGM കൂടെ ഒക്കെ ഇട്ട് ചെയ്യുമ്പോഴാണ് അത്രയും ഓഡിയൻസിന് ഭയങ്കര ഒരു ഒന്നാമത് ഡയലോഗ് കാണാപ്പാടം പഠിക്കണം, അതന്നെ വലിയൊരു ടാസ്ക്. അതെ. അത് കഴിഞ്ഞ് മോഡുലേഷൻ ചെയ്യണം. പിന്നെ ചില ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ മ്യൂട്ട് ചെയ്തിട്ട് അവരുടെ എക്സാക്ട് ഡയലോഗ് മ്യൂട്ട് ചെയ്തിട്ട് കറക്റ്റ് അവർക്ക് പക്ഷെ അങ്ങനെ പറയുമ്പോ ഈ പെർഫെക്ഷൻ നല്ല കൂടുതലുള്ള വീഡിയോസിലൊക്കെ ആൾക്കാർ പറയുന്നത് പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് 90% ആൾക്കാരും ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കുന്നതാണോ ഇത്. ശിവാംഗിയുടെ വീഡിയോയിലൊക്കെ കൂടുതലും അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ. അതെ, ശിവാംഗിന്റെ സൗണ്ട് ഒക്കെ വളരെ പക്ക പെർഫെക്ഷൻ ആണ്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇവിടെ ഇരുന്ന് ഡബ് ചെയ്യല്ല, ഒറിജിനൽ ആയിട്ട് പറയുന്നുള്ളത് മനസ്സിലാവുന്നിട്ടില്ല. ഇനി ഇപ്പം റീസെന്റ് ആയിട്ട് പുതിയ വോയിസസ് വേറെ വല്ലതും ട്രൈ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ സേതുലക്ഷ്മി അമ്മയുടെ വോയിസ് ചെയ്തിട്ടുണ്ട്, മറ്റേ ഹൗ ഓൾഡ് ആർ യുവിനകത്ത്. അതൊക്കെ എനിക്ക് നേരത്തെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സാധനങ്ങളൊക്കെ ആ ടൈമിലൊക്കെ. പക്ഷെ അന്നേരമൊന്നും പിന്നെ നമുക്ക് അതിനു വേണ്ടി മെനക്കെട്ടിട്ടില്ല. ഇപ്പം വെറുതെ ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ സേതുലക്ഷ്മി അമ്മേന്റെ ട്രൈ ചെയ്യാം. ആശുപത്രി പോവാൻ കൂട്ടുവേട്ട, പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി, വേറൊന്നിനുമല്ല. ആരെങ്കിലും കൊണ്ടൊന്നൊരു തോന്നല് വേണം മോളെ മനുഷ്യന്മാർക്ക്. കരയിപ്പിക്കല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീനൊക്കെ മൈൻഡിലോട്ട് ഇങ്ങനെ വരുവാണ് ഏത് സീൻ ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു സൗണ്ട് മോഡുലേഷൻ കുറെ എടുത്താലും ഞാൻ മനസ്സിലാക്കിയാണ് കൽപ്പന ചേച്ചീനെയും ട്രൈ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ പറ്റും. അവരൊക്കെ ഞാൻ ഈ സ്കിറ്റുകൾക്കൊക്കെ വേണ്ടി, കോമഡി സ്കിറ്റിനൊക്കെ വേണ്ടിയിട്ടൊക്കെ കുറെ പേരുടെ വോയിസ് പിടിച്ചൊക്കെ ചേച്ചീനെയും പറ്റും. കാരണം ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കുമ്പോ എക്സാക്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഓക്കെ. ഇപ്പൊ നമ്മൾ എത്രയും നേരം നമ്മൾ മിമിക്രി കാര്യങ്ങളൊക്കെയാണ് ചെയ്യിപ്പിച്ചത്. അപ്പൊ ആളുകൾക്ക് പ്രീതു അല്ലെ പ്രീതിമ എന്ന് പറയുന്ന ആളെ ശരിക്കും അറിയത്തില്ല. അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ സിംഗിൾ മദർ ആണ്. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, അവൻ ട്രിവാൻഡ്രത്ത് നിന്ന് പഠിക്കുന്നു. ഞാൻ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പം കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 വർഷത്തിന് മേളിലായി. അങ്ങനെ. ഓക്കെ. ഇപ്പൊ സിംഗിൾ മദറാ പറഞ്ഞു. ആക്ച്വലി ചോദിക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ചോദിച്ചോളൂ. ഓക്കെ. എന്താണ് പറ്റിയത്? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ഫാമിലി ആൾക്കാർക്ക്, എൻ്റെ അച്ഛനും ബന്ധുക്കൾക്കൊന്നും ഇഷ്ടമല്ലാതെ നടത്തിയ ഒരു കല്യാണമായിരുന്നു. കാര്യം ഞങ്ങൾ സ്നേഹിച്ചതാണല്ലോ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം മുന്നോട്ട് 18 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. കുറേ പ്രശ്നങ്ങൾ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത ഒരുപാട്. എനിക്ക് തോന്നുന്നു ഞാൻ ഫ്ലവേഴ്സ് 1 കോടി അങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഇപ്പൊ വേറെ ലൈഫായിട്ടൊക്കെ പോകുന്നത് കൊണ്ട് പിന്നെ കൂടുതലായിട്ട് വെറുതെ എന്തിനാ എന്നുള്ളൊരു ഇത്. കുറെ പ്രശ്നങ്ങളായപ്പം നമുക്കത് തരണം ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നു. അച്ഛൻ്റെ കൂടെ നിർത്തി ഞാൻ കൈക്കുഞ്ഞ് മോനുമായിട്ടാണ് വന്നത്. വന്ന സമയത്താണ് കുറച്ച് നാൾ അച്ഛൻ എൻ്റെ അച്ഛൻ കൂടെ താമസിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. എന്നുവെച്ചാൽ അറ്റാക്കായിരുന്നു. ഇത്ര പെട്ടെന്ന് അച്ഛൻ മരണപ്പെടുമെന്നോ അങ്ങനൊന്നും അറിഞ്ഞിരുന്നില്ല. നമ്മളിപ്പോൾ അച്ഛനുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അവിടുന്ന് ഓക്കെ ബൈ പറഞ്ഞ് വന്ന് അവസാനം അച്ഛൻ പോയപ്പോഴത്തേക്ക് പിന്നെ ലാസ്റ്റ് ഒറ്റയ്ക്കായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന സമയത്ത്, കാര്യം അന്ന് പിന്നെ കുഞ്ഞായ സമയത്ത് 19 വയസ്സേ ഉള്ളൂ. ആ ടൈമിൽ എനിക്ക് ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഉള്ള ഒരു ബുദ്ധി ഇതൊന്നും വന്നില്ല. കാര്യം നമ്മളെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ ഒന്ന് ബോൾഡ് ആവുന്നത്. എന്ന് വെച്ചാൽ അന്നൊക്കെ നമ്മൾ അമ്മ കുഞ്ഞിലെ മരിച്ചു പോയത്, 7th പഠിക്കാൻ മരിച്ചപ്പോൾ അന്ന് തൊട്ടേ എൻ്റെ വല്യമ്മച്ചി അമ്മയുടെ ചേച്ചിയുടെയും മാമന്മാരുടെയും അപ്പച്ചിമാരുടെയും ഒക്കെ വീട്ടിലൊക്കെ മാറിയും തിരിഞ്ഞും അങ്ങനെയൊക്കെ നിന്നാ വളർന്നതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർന്നതൊക്കെ. എനിക്ക് ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്യാനൊന്നും അറിയത്തില്ല. ഒരു എട്ടും മുട്ടും തിരിയാത്ത ഒരാളായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തു.
എന്നുവെച്ചാൽ വേറെ എനിക്ക് തന്നെ പരിചയമുള്ള ഒരു ചേട്ടന് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തു. ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനെ സംബന്ധിച്ച് അങ്ങനെ പോയി ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യേണ്ട ഒരാളല്ല എന്നാണ് അവരുടെയൊക്കെ മൈൻഡിൽ. കാര്യം എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഒക്കെ ഓക്കെ ആയിട്ടുള്ള ഭയങ്കര അഭിമാനികളായിട്ടുള്ള കുടുംബക്കാരും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർക്കതൊരു നാണക്കേടായിരുന്നു. എങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡേ ഇല്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണമല്ലോ. അപ്പോൾ ഞാൻ അത് പോയി എൻ്റെ ഒരു ഷോപ്പ് പോലെയൊക്കെ നിന്നു. പിന്നെ കുറച്ച് പൈസ അതിൽ നിന്നൊക്കെ ഏൺ ചെയ്ത് ആ സമയത്താണ് പിന്നെ അത്യാവശ്യം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടി. കൊറോണ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് വേറെ കുഞ്ഞു കട സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് ഭയങ്കര നഷ്ടത്തിലായി. വനിതാ തിയേറ്ററിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞ് ഷോപ്പിലായിരുന്നു. അപ്പം പിന്നെ കയ്യിലിരുന്ന് നമ്മൾ സമ്പാദിച്ചതും പോയി എല്ലാ സമയത്ത്. പിന്നെ ഞാൻ ഡബ്ബിങ്ങിലോട്ട് ഇറങ്ങി. അപ്പോൾ സീരിയലുകളൊക്കെ ഡബ് ചെയ്തു. പിന്നെ വെബ് സീരീസ്, ഹോട്ട്സ്റ്റാറിലൊക്കെ പോകുന്ന വെബ് സീരീസുകൾ, സിനിമ അങ്ങനെയൊക്കെ ഡബ് ചെയ്യാൻ പറ്റി. പിന്നെയാണ് പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് മഴവിൽ മനോരമയിലെ കിടിലം എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം പറഞ്ഞ സ്റ്റേജ് ഷോസ് നമ്മൾ ഓരോ ടീമിൻ്റെ കൂടെ ഒക്കെ പ്രോഗ്രാംസ് ചെയ്യുമല്ലോ, സീസൺ വരുമ്പോൾ പ്രോഗ്രാംസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓളിന്റെ കൂടെ എൻ്റെ അനിയന്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. പിന്നെ പാരൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവനെ കൈയൊഴിയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവനെ നോക്കുന്നു. പിന്നെ മോൻ ഹസ്ബൻഡിന്റെ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് ഇടയ്ക്ക് ഇങ്ങനെ പോയി മോൻ്റെ അടുത്ത് പോവും. കാര്യം മോനെയും ഇനി നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടാലല്ലേ പറ്റുള്ളൂ. അതിൽ കുറേ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുണ്ട്. നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണെങ്കിൽ പോലും എന്തോ എനിക്ക് കൊച്ചിനെ വേണ്ട അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യമൊക്കെ കേൾക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് വെച്ചാൽ സെപ്പറേറ്റഡ് ആയി, പാരൻസ് ഇല്ല, ഒറ്റയ്ക്ക് ജീവിക്കണം, കുഞ്ഞിനെയും കൊണ്ട് എവിടെയും പോയി ആരും ജോലി തരത്തില്ല. അപ്പം അമ്മയെടുത്ത് അവൻ സേഫാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സേവിങ്സോ കാര്യങ്ങളോ ഫിനാൻഷ്യലി ഒക്കെ ഓക്കെ ആണെങ്കിലല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഒന്ന് നിർത്താനുള്ളൊരു സാഹചര്യം എത്തത്തുള്ളൂ. അപ്പം അനിയനും ഒന്ന് കരയെത്തിക്കണം. അപ്പം സിവിൽ സർവീസിൻ്റെ കോച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എക്സാമും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഇയർ എക്സാം ആണ്. അപ്പം അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മോനിപ്പോൾ എത്രയിലാണ്? സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. മോൻ അമ്മേന്റെ പ്രയാസങ്ങളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ടോ? മോൻ കുഞ്ഞായതുകൊണ്ട് അവൻ അത്ര 8 വയസ്സേ ഉള്ളൂ. അപ്പം പറഞ്ഞ പോലെ അറിയത്തില്ലല്ലോ, ഇനി വളർന്നു വരുമ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും. ഇപ്പം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരെ പിന്നെ എന്റർടൈൻ ചെയ്യിപ്പിക്കുമ്പോഴും പ്രീതു എന്ന് പറയുന്ന വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, സോ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരുപാട് സ്ട്രഗിൾസും ഒരുപാട് പെയിനിൽ നിന്നും ആണ് പിന്നെ പ്രീതു ഈ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഓരോരോ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പം നിങ്ങളുടെ നെഗറ്റീവ് കമന്റ്സ് പുള്ളിക്കാരിക്ക് അവസരങ്ങൾ കുറയ്ക്കുന്ന രീതിയിലോട്ടാണ് പോകുന്നത്. കാരണം ഡബ് ചെയ്തതല്ല, ഇത് ഒറിജിനൽ ആണെന്നൊക്കെ പറയുമ്പം കാണുന്നവരും വിചാരിക്കും ശരി ഒറിജിനലാ എന്ന് വിചാരിച്ച് അതിൻ്റെ പേരിൽ ജീവിതമാർഗം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലോട്ട് എത്തിക്കാതെ ഇരിക്കുക. ആള് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇനിയും ചെയ്യിക്കണം എന്നുണ്ട്. പക്ഷേ എന്താ പറയാ, ഞാനും ഇമോഷണൽ ആയിപ്പോയി. അപ്പം ഇനിയും പുതിയ വോയിസസ് ട്രൈ ചെയ്യുക. തീർച്ചയായും ഇനി നാളെ ഞങ്ങളൊരു ഓട്ടോഗ്രാഫ് മേടിക്കുന്ന ലെവലിലോട്ട് പ്രീതു എന്ന് പറയുന്ന കലാകാരി എത്തിച്ചേരട്ടെ. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു.